എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ എൻ്റെ മൈക്ക് വെച്ചാണ് സംസാരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഇതിപ്പോ ഞാൻ 2 ദിവസം കൊണ്ട് 2 ദിവസമല്ല 3-4 ദിവസം കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലാണ്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട് വന്ന ടൈം ആയിരുന്നു. പക്ഷെ എനിക്ക് ഒരു ദിവസം രാത്രി സുഖമില്ലാണ്ടായി. അങ്ങനെ ആ രാത്രി 12 മണിക്ക് തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ആയി. അപ്പം അമ്മ പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന്. പിറ്റേ ദിവസം ഞാൻ ഡോക്ടറെ കണ്ടു. ECG എടുത്തപ്പോൾ ചെറുതായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. വേറെ പ്രശ്നമൊന്നും ഇല്ല. കറക്റ്റായി. എനിക്ക് രാത്രി ഇങ്ങനെ നെഞ്ചെടുപ്പ് കൂടിയിട്ടാണ് ഇത് വന്നത്. അപ്പൊ ഇതിനു മുമ്പ് എനിക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം പാനിക് അറ്റാക്ക് ആണെന്ന് എനിക്കും അറിയാം. പിന്നെ ഡോക്ടറോട് ചെന്നപ്പോൾ ഡോക്ടർ വന്ന് ഒന്ന് ECG ഒന്ന് എടുത്ത് നോക്കിയേക്കാന്ന് പറഞ്ഞ് ECG എടുത്തപ്പാണ് ഇറ്റ്സ് ഓക്കെ, പാനിക് അറ്റാക്ക് അല്ലേ. ഞാൻ പറഞ്ഞ അറ്റാക്ക് ഒന്നും അല്ലല്ലോ, കുഴപ്പമില്ല, ഓവർകം ചെയ്ത് വരേണ്ടത് നമ്മളുടെ ആവശ്യമാണല്ലോ. അപ്പൊ അത് ഞാൻ ഇതിനു മുമ്പും മെഡിറ്റേഷനും യോഗയൊക്കെ ചെയ്ത് ഞാൻ ഓവർകം ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അണ്ടർ വെയിറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇനിയിപ്പോ വെയിറ്റ് ഗെയിൻ കൂടാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ഇതിനു മുമ്പ് ഞാൻ വെയിറ്റ് കൂടാനായിട്ട് ഡയറ്റീഷ്യൻ കണ്ടു, പ്ലാൻ ഒക്കെ ചെയ്ത് ഞാൻ ആ ഒരു ടൈമിൽ അത്യാവശ്യം ഞാൻ വെയിറ്റ് ഒക്കെ വെച്ച്, നിങ്ങൾ ഈ കാണുന്ന പ്രൊഫൈൽ പിക്ക് കണ്ടില്ലേ, ആ ടൈമിൽ ഞാൻ ഡയറ്റീഷ്യനൊക്കെ കണ്ടു. ആ ഒരു രീതിയിലായിരുന്നു ഫുഡ് കഴിച്ചിട്ട് വരുന്നത്. തടി കൂടുന്നതും സത്യം പറഞ്ഞാൽ തടി കുറയ്ക്കുന്നതും ഭയങ്കര പാടാണ്. തടി കൂട്ടാനാണെങ്കിൽ നമുക്ക് അതും പാടാണ്, തടി കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അതും പാടാണ്. ഈ ഗ്രാം ബേസിലൊക്കെ നമുക്ക് തടിയൊക്കെ കൂടത്തോളും. കുറയ്ക്കാനാണെങ്കിലും അങ്ങനെയൊക്കെയാണെന്ന് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. പിന്നെ നമുക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എടുക്കുന്നതിനേക്കാൾ എക്സസ് ഫുഡ് എടുക്കുമ്പോൾ ഉള്ള നമുക്ക് ആദ്യം വയറ്റിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത്രയും ഫുഡ് കഴിച്ചു കഴിയുമ്പം. അതായത് മൊത്തം കാർബോഹൈഡ്രേറ്റ്സ് ആയിരിക്കത്തില്ല അവർ പറയുന്നത്. പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റ്സ് വളരെ കുറവേ പറയത്തുള്ളൂ. പ്രോട്ടീനാണ് കൂടുതലുള്ള ഫുഡ്. എനിക്ക് ആ ഒരു ടൈമിൽ പയർ മുളപ്പിച്ചത്, പിന്നെ വൈകിട്ട് സ്നാക്സ് ആ ഒരു രീതിയിൽ അങ്ങനെ കടല ഫ്രൈ ചെയ്തത് അതൊക്കെയായിരുന്നു. രാത്രിയാകുമ്പോൾ ചപ്പാത്തി, രാവിലെ 4 മുട്ട. എനിക്ക് അതൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ പാലൊന്നും കുടിക്കണം, ജീരകം ഇട്ട വെള്ളം കുടിക്കണം. എന്ന് വെച്ചാൽ എനിക്ക് ഫാറ്റി ലിവർ A ആണ് ഞാൻ. അപ്പൊ ഇങ്ങനെ ജീരകം ഇട്ട വെള്ളം കുടിക്കണമെന്ന് പറയാം. അതിന്റെ കൂടെ നട്ട്സ് ഇതും എല്ലാം കൂടെ കഴിക്കുമ്പോഴത്തേക്കും ഞാൻ എന്തോ രാത്രിയാകുമ്പോൾ 7 മണിക്ക് മുമ്പ് ഇത് ഇത്രയും കഴിച്ചും തീർക്കണം. എന്തൊരു ഫാസ്റ്റ് ലൈഫാ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് ഇത്രയും കഴിക്കണം. പിന്നെ ഏത്തക്ക പുഴുങ്ങിയത് 4 എണ്ണം ഒരു ദിവസം, മുട്ട, ഇത് ഇത്രയും കഴിച്ചിട്ടും നമ്മൾ സാധാരണ ചെയ്യുന്ന വർക്കൗട്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതും ചെയ്ത് കിടക്കുമ്പോഴത്തേക്കിനും അറിയത്തില്ല എങ്ങനെയൊക്കെയാ എനിക്ക് ദിവസം പോയെന്നുള്ളത്. ആ ഒരു മാസം കൊണ്ട് ഞാൻ ഗ്രാം കണക്ക് ഇങ്ങനെ കൂടി വന്നുള്ളൂ. ആ ഫൈനൽ ഒരു മാസം ആയപ്പോൾ 1 കിലോ കൂടി. ഇപ്പൊ ഞാൻ കൂടേണ്ടതെന്ന് വെച്ചാൽ ഞാൻ 44 കിലോയേ ഉള്ളൂ. ഇനി ഞാൻ 6 kg വെക്കണം. അപ്പൊ ഞാൻ ഇനി എത്രത്തോളം കഴിക്കണം, എനിക്ക് അത് ആലോചിക്കുമ്പോൾ എനിക്ക് ഇപ്പൊ വീണ്ടും ടെൻഷനാണ്. കുട്ടികൾ അണ്ടർ വെയിറ്റ് ആണ്. ഇതൊക്കെ ഡോക്ടർ പറയുന്ന റെസിപ്പീസ് ആണ്. ഇത് പക്ഷേ ഈ പാലൊന്നും ഞാൻ ഇങ്ങനെ കാച്ചി ഞാൻ കുടിക്കാറില്ല, കുട്ടികൾക്കും ഞാൻ കാച്ചി കൊടുക്കത്തുള്ളൂ. ഇത് ബദാമും വാൾനട്ടും അണ്ടിപ്പരിപ്പും എല്ലാം കൂടെ കാഷ്യൂ എല്ലാം കൂടെ ഇട്ടിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഫ്രീസറിൽ ഞാൻ ഇത് സൂക്ഷിച്ചു വെക്കും കേട്ടോ. കാര്യം ഇത് ചീത്തയാതിരിക്കണമെങ്കിൽ ഫ്രീസറിൽ സൂക്ഷിക്കണം. അപ്പൊ കുട്ടികൾക്ക് കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി വരാതിരിക്കാൻ രാഗിയും കൂടി ഇതിനകത്ത് ചേർത്ത് ഞാൻ വെക്കുന്നത്. അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്. പക്ഷെ ഞാൻ ഇതൊന്നും കഴിക്കാത്ത കാരണം ഞാനങ്ങ് നന്നായിട്ട് വെയിറ്റ് കുറഞ്ഞു. പിന്നെ ഈ ഒരു പെട്ടെന്ന് ഇതെല്ലാം സംഭവിച്ചത്. എൻ്റെ ഒരു ലാൻഡിങ് കൊള്ളത്തില്ലെന്ന് എല്ലാവരും പറയാറുണ്ട് കേട്ടോ.